ആദ്യമായി ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഈ ടെംപ്ലേറ്റ്സിന്റെ ആരോ ക്ലിക്ക് ചെയ്ത് അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 2D വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് 3D വർക്ക് സ്പേസ് ആണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്ന ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഈ അൺസേവ്ഡ് വ്യൂവിൽ നിന്ന് SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ യൂസിയേഴ്സ് ഐക്കൺ കോർണറിലേക്ക് മാറ്റുവാനായി യൂസിയേഴ്സ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഗ്രിഡ് നമുക്ക് ഒഴിവാക്കാം. ഓർത്തോ ഓൺ ചെയ്യുക. ഈ ഒരു ഓബ്ജക്റ്റ് ആണ് നാം 3D ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നാം ആദ്യം റൈറ്റ് യൂസിയേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വേൾഡ് യൂസിയേഴ്സിൽ നിന്ന് റൈറ്റ് യൂസിയേഴ്സ് ആക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം 100, 106 എന്ന രീതിയിലുള്ള ഒരു റെക്ടാങ്കിൾ ആദ്യം നമുക്ക് വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. ക്ലിക്ക് ചെയ്യുക. 100 എൻ്റർ. 106 എൻ്റർ. 100 എൻ്റർ. C ഫോർ ക്ലോസിംഗ്. ഇത് നമുക്ക് പ്രസ് പ്ലേ ചെയ്യാം. 50 യൂണിറ്റിലേക്ക് പ്രസ് പ്ലേ ചെയ്യാം. പിന്നെ 2D വയർ ഫ്രെയിമിൽ നിന്ന് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ 2 സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാം. 56 ഡയമീറ്റർ, 80 ഡയമീറ്റർ. സർക്കിൾ കമാൻഡ് എടുക്കുക. സെന്റർ ഡയമീറ്റർ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. 56 എൻ്റർ. 80 എൻ്റർ. ഇത് നമുക്ക് 60 യൂണിറ്റിലേക്ക് പ്രസ് പ്ലേ ചെയ്യാം. 60 യൂണിറ്റ്. 50 + 5 + 5. ഇവിടെ 5 പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. പ്രസ് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. എൻ്റർ. ഇനി ഈ സോളിഡിന്റെ നാം ആദ്യം വരച്ച ആ 2D ലൈൻ, റെക്ടാങ്കിൾ ലൈൻ നമുക്ക് ഒഴിവാക്കുക. ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിനി ഈ എഡ്ജ് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ എഡ്ജ് കോപ്പി ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം എറേസ് കമാൻഡ് എടുക്കുക. ഈ ആണ് ഷോർട്ട്കട്ട്. ഈ എൻ്റർ. ഫുൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഇനി ഈ 80 വോൾട്ടിന്റെ ഒരു സർക്കിൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഈ എഡ്ജുകൾ നമുക്ക്
കോപ്പി ചെയ്ത് ഈ ഇവിടുത്തെ സെന്റർ പോയിന്റ് കണക്കാക്കാം, കണ്ടുപിടിക്കാം. അപ്പൊ കോപ്പി ഇവിടെ എക്സ്ട്രാക്ട് അഡ്ജസ്റ്റിൽ ആരോ ക്ലിക്ക് ചെയ്ത് കോപ്പി അഡ്ജസ്റ്റിൽ എടുക്കുക. ഈ അഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ഈ മിഡ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. പിന്നെയും കോപ്പി എടുക്കുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഈ എൻ പോയിന്റ് ആക്കുക. സെക്കൻഡ് പോയിന്റ് ഈ മിഡിൽ പോയിന്റ് ആക്കുക. എസ്കേപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു 80 യൂണിറ്റിലുള്ള ഡയമീറ്ററിലുള്ള ഒരു സർക്കിൾ നമുക്കിവിടെ ഡ്രോ ചെയ്യാം. സെന്റർ ഡയമീറ്റർ സർക്കിൾ ഇവിടെ എടുക്കുക. 80 എൻ്റർ. ഇനി നമുക്ക് ഈ സർക്കിൾ പ്രസ് പുൾ ചെയ്യാം, ഒരു ഹോൾ ആക്കാൻ വേണ്ടി. അത് മൾട്ടിപ്പിൾ പ്രസ് പുൾ ചെയ്യാം, എല്ലാം ഹോൾ ആക്കാൻ വേണ്ടി. ഈ ലൈൻ കിടക്കുന്ന ഈ ലൈൻ നമുക്കിപ്പോൾ ഒഴിവാക്കണ്ട, അത് ആവശ്യമുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ പ്രസ് ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക. മൾട്ടിപ്പിൾ പ്രസ് പുള്ളിന് എം ആണ് ഷോർട്ട് കട്ട്. എം എൻ്റർ. സെലക്ട് ചെയ്യുക, ഓരോന്നും സെലക്ട് ചെയ്യുക. ഇനി എൻ്റർ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഒരു ഹോളായി തീർന്നു. ഇനി നമുക്ക് ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇതിന്റെ സെന്റർ പോയിന്റിൽ കൊണ്ടുവരിക. അപ്പോ ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യാൻ മൂവ് കമാൻഡ് എടുക്കുക. എം എൻ്റർ. മൂവ് കമാൻഡ് ഷോർട്ട് എം. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ സെന്റർ പോയിന്റ് ബേസ് പോയിന്റ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് പോയിന്റ് ഈ മിഡിൽ പോയിന്റ് എടുക്കുക. ഈ മിഡിൽ പോയിന്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഒരു മൂവ്മെന്റ് കൂടി ആവശ്യമുണ്ട്. 5 മിനിറ്റ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് വെക്കണം ഈ സർക്കിൾ ഓബ്ജക്റ്റ്. അപ്പോൾ മൂവ് കമാൻഡ് എടുക്കുക. എം എൻ്റർ. ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എടുക്കുക. 5 എൻ്റർ. അതെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗമാണ്. ഈ ഭാഗങ്ങൾ പ്രസ് പുൾ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട് യൂസേഴ്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നിന്നാണ്, ഫ്രണ്ടിൽ ആണ്. അപ്പൊ ഈ അൺനെയിംഡ് പോയി ഫ്രണ്ട് യൂസേഴ്സ് ആക്കാം. ഫ്രണ്ട്. ഇനി 10 യൂണിറ്റ് വീതം നമുക്ക് ഓരോ എഡ്ജും അകത്തേക്ക് കോപ്പി ചെയ്യാം. കോപ്പി എഡ്ജ് കമാൻഡ് എടുക്കുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ ബേസ് പോയിന്റ് എടുക്കുക, ഡ്രാഗ് ചെയ്യുക, 10 എൻ്റർ. ഇത് ബേസ് പോയിന്റ് ആയിട്ട് എടുക്കുക, കോപ്പി ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ ബേസ് പോയിന്റ് ആയിട്ട് എടുക്കുക, ഡ്രാഗ് ചെയ്യുക, 10 എൻ്റർ. ഈ എഡ്ജ് കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, 10 എൻ്റർ. കോപ്പി എടുക്കുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എടുത്ത് ഡ്രാഗ് ചെയ്യുക, 10 എൻ്റർ. ഇനി എസ്കേപ്പ് ചെയ്യാം. ഇനി ഈ ഭാഗം നമുക്ക് പ്രസ് പുൾ ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക,
ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെയും സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഭാഗം ഒരു ഹോളാക്കി ഇടണം. എത്രയാണ് അത്? 45 യൂണിറ്റിന്റെ ഡിസ്റ്റൻസിലുള്ള ഒരു ഹോളാണ് ഇങ്ങോട്ട് നമുക്ക് ഇടേണ്ടത്. അപ്പൊ അതിനൊരു ഓബ്ജക്റ്റ് നമുക്ക് ഉണ്ടാകും. 45 യൂണിറ്റുള്ള ഒരു ഓബ്ജക്റ്റ്, ഒരു 70 യൂണിറ്റോളം വരുന്ന, അപ്പൊ അകത്തേക്ക് കയറുന്ന രീതിയിലുള്ളത്. അപ്പൊ സെലക്ട് ചെയ്യാം. അതിന് നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് യൂസേജിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് റൈറ്റ് യൂസേജിലേക്ക് തന്നെ ശരിയാക്കാം. നാൽപ്പത്തഞ്ച് 70 എന്നുള്ള രീതിയിലുള്ള റെക്ടാങ്കിൾ ആദ്യം വരക്കാം. കമാൻഡ് എടുക്കുക. 45 70 45 C. ഇനി നമുക്കിത് ഒരു 70ലേക്ക് പ്രസ് ചെയ്യാം. ഇത് കഴിഞ്ഞിരിക്കണം. ഈ ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇത് കഴിഞ്ഞിരിക്കണം. 70, അതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ 70ലേക്ക് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് മൂവ് ചെയ്ത് ഇതിനെ ഈ സെന്റർ പോയിന്റ് കൊണ്ടുവരാം. അപ്പൊ മൂവ് കമാൻഡ് എടുക്കുക. M എന്റർ സെലക്ട് ചെയ്യുക. ഈ ഓബ്ജക്ട് സെലക്ട് ചെയ്യുക. പിന്നെ മിഡ് പോയിന്റ് എടുക്കുക. ശേഷം ഈ മിഡ് പോയിന്റ് എടുക്കുക. ഇവിടെയുള്ള മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റ് ഇനി ഒരു മൂവ്മെന്റ് കൂടി അകത്തേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം പോകുള്ളൂ. അത്രയും ഭാഗം പോകുള്ളൂ. ഈ അത്രയും ഭാഗം ഡിസ്റ്റൻസിലുള്ള ഭാഗം പോകണമെങ്കിൽ ഇത് മൂവ് ചെയ്ത് അകത്ത് കൊണ്ടുപോയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം മൂവ് ചെയ്യാം. M എന്റർ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക. ഡ്രാഗ് ചെയ്യുക അകത്തേക്ക്. ഇത്രയും ഡ്രാഗ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ സബ്ട്രാക്ട് കമാൻഡ് എടുക്കുക. യൂണിയൻ കമാൻഡ് താഴെ കാണുന്ന സബ്ട്രാക്ട് കമാൻഡ് എടുക്കുക. ആദ്യം ഇത് സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. പിന്നീട് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്താവണോ അത് സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. അപ്പൊ സബ്ട്രാക്ട് ചെയ്ത് പോയി. ഇനി നമുക്കിത് ഇതും യൂണിയൻ ചെയ്യാം. കാരണം ഇത് ഒന്നാക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പൊ യൂണിയൻ കമാൻഡ് എടുക്കുക. ഇത് ഫുൾ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. യൂണിയൻ. ഇനി ഇതിന്റെ ലൈനുകൾ എറേസ് ചെയ്യാൻ ഈ എറേസ് കമാൻഡ് എടുക്കുക. ഈ എന്റർ ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഓബ്ജക്റ്റ് ഒഴിവായിട്ട് ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ആവും. എന്റർ ചെയ്യാം. ഇനി ഈ ലൈൻസും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഒരു ഓബ്ജക്റ്റ് ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഈ ഒരു ഓബ്ജക്റ്റ് അതും ഈ റൈറ്റ് യൂസിയത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഉള്ള യൂസിയത്തിൽ 40 70 റെക്ടാങ്കിൾ ഉണ്ടാക്കാം. 40 70 യൂണിറ്റിലുള്ള. അപ്പൊ ലൈൻ കമാൻഡ് എടുക്കുക. 40 70 40 എന്റർ C എന്റർ. ഇനി 40 യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യണം. 40 യൂണിറ്റിലേക്കാണ് ഇത് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ 40 യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യാം.
പ്രസ് കമാൻഡ് എടുക്കുക. 40 മിനിറ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് കോപ്പി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 45 മിനിറ്റില് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. 45 മിനിറ്റിലെ അകത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ 70 മൈനസ് 45 അതായത് 25ആണ്. 25ന്റെ ഈ രണ്ട് ഭാഗത്ത് കൂടി വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 12.5 ഈ ഭാഗം. ഈ ഭാഗം 12.5. അപ്പൊ ഈ എഡ്ജുകൾ ഓരോന്നും 12.5 നമുക്ക് അകത്തേക്ക് കോപ്പി ചെയ്യാം. അപ്പൊ കോപ്പി എഡ്ജ് എടുക്കാം. ഈ എഡ്ജ് സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് 12.5 ഇനിയും കോപ്പി എടുക്കാം. ഈ എഡ്ജ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക, പേജ് പോയിന്റ് കൂടി എടുക്കുക, ഡ്രാഗ് ചെയ്യുക 12.5 കോപ്പി എടുക്കാം. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത 12.5 ടൈപ്പ് ചെയ്യുക. ഇനി ഇത് നമുക്ക് പ്രസ് ചെയ്ത് ഒരു ഹോളാക്കി എടുക്കാം ഈ ഭാഗം. ഇനി ഈ ഒരു ഒബ്ജക്റ്റാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് ശരിക്കും ഫ്രണ്ട് മ്യൂസിയത്തിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫ്രണ്ട് പോർഷനാണിത്. അപ്പൊ ഫ്രണ്ട് മ്യൂസിയത്തിലേക്ക് നമുക്ക് ആക്കാം. ആദ്യം അൺനെയിംഡ് പോയി ഫ്രണ്ട് യൂസിയേഴ്സ് ആക്കാം. അത് നീക്കി വെക്കാം. ഇനി 56 ഡയമീറ്ററും 28 ഡയമീറ്ററുള്ള 2 സർക്കിള് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം സെന്റർ ഡയമീറ്റർ 56, അടുത്തത് സെന്റർ ഡയമീറ്റർ 28. ശേഷം ഇതിനകത്ത് ഇങ്ങനെ ഒരു കീവേ 8x3 കീവേ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം നമുക്ക് ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലായി ഇതിന്റെ സെന്ററിൽ നിന്ന് ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ട്രാക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക, നെക്സ്റ്റ് ലൈൻ, ഇനി ഈ ലൈൻ നമുക്ക് 4 ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം, 4 ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം 8 യൂണിറ്റിന് വേണ്ടി. അപ്പൊ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓ ആണ് ഓഫ്സെറ്റ് കമാൻഡ് ഷോർട്ട്കട്ട്. ഓ എൻ്റർ, 4 എൻ്റർ, ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, 4 ഇങ്ങോട്ടും 4 അങ്ങോട്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യണം. അത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇത് 28ആണ്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് 14 ഇങ്ങോട്ട് ഈ അറ്റത്തേക്ക് 14, പിന്നെ 3 കൂടി നമുക്ക് ശരിയാക്കാം. അപ്പൊ 14, 3, 17 ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓ എൻ്റർ, 17 എൻ്റർ, ഇത് ഓഫ്സെറ്റ് ചെയ്യുക 17.
ഇനി നമുക്കിത് ട്രിം ചെയ്യണം. ട്രിം കമാൻഡ് എടുക്കുക. TR ആണ് ഷോർട്ട് കട്ട്. TR എന്റർ എന്റർ. ഇനി ട്രിം ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നോക്കാം. ഇതും ട്രിം ചെയ്യുക. ഇതും ട്രിം ചെയ്യുക. ഇതെല്ലാം ട്രിം ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എല്ലാം ട്രിം ചെയ്യേണ്ടത് നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത്രയും ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഡിലീറ്റ് ചെയ്യാം ബാക്കിയുള്ളതെല്ലാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി അകത്തുള്ള ഈ സർക്കിളിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കാം. അത് പിന്നീട് നമുക്ക് ഉപയോഗത്തിൽ വരും. അപ്പൊ കോപ്പി കമാൻഡിന്റെ ഷോർട്ട്കട്ട് CP ആണ്. CP എന്റർ. ഈ അകത്തുള്ള സെലക്ട് ചെയ്യുക. സർക്കിൾ സെലക്ട് ചെയ്യുക. എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് എവിടെയെങ്കിലും എടുക്കുക. ഇവിടെ കോപ്പി ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. ഇനി ഇത് 20 യൂണിറ്റിലേക്ക് നമുക്ക് പ്രസ് ചെയ്യേണ്ടി വരും. 20 യൂണിറ്റിലേക്കാണ് പ്രസ് ചെയ്യേണ്ടത്. പ്രസ് കമാൻഡ് എടുക്കുക. ക്ലിക്ക് ചെയ്യുക. 20 എന്റർ. ഇനി ഇവിടെ നമുക്ക് തന്നെ നേരത്തെ ഈ അടിയോട് കോപ്പി ചെയ്ത് ഈ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഈ മിഡിൽ പോയിന്റ് വിളിക്കാൻ ഇവിടെ ഈ എഡ്ജ് കോപ്പി ചെയ്യണം. അതിക്ക് നിങ്ങൾക്ക് ഇത് എറേസ് ചെയ്ത് കളയാം ഈ ലൈനുകളെല്ലാം. അപ്പൊ എറേസ് കമാൻഡ് എടുക്കുക. ഈ എന്റർ. ഫുൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്റർ ചെയ്യുക. ഇനി നമുക്ക് ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എഡ്ജ് കോപ്പി ചെയ്യാം. കോപ്പി അഡ്ജസ്റ്റ് എടുക്കാം. ഈ ലൈൻ സെലക്ട് ചെയ്യുക. എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇതാക്കാം. സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആക്കാം. ഇനി കോപ്പി എടുക്കുക. ഈ ലൈൻ സെലക്ട് ചെയ്യുക. എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ആക്കുക. പിന്നെ മിഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആക്കുക. ഈ അടുത്ത പോയിന്റ് എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്കിത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെക്കാം. അപ്പൊ മൂവ് കമാൻഡ് എടുക്കുക. M എന്റർ. സെലക്ട് ചെയ്യുക. എന്റർ ചെയ്യുക. ഈ സെന്റർ പോയിന്റ് ബേസ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഇതിന്റെ മിഡ് പോയിന്റ് അടുത്ത പോയിന്റ് ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പ്രസ് ചെയ്യുക. അത് മൾട്ടിപ്പിൾ പ്രസ് ചെയ്യുക. ഈ ലൈൻ ഒഴിവാകാതിരിക്കാൻ നമുക്ക് അതാണ് വേണ്ടത്. മൾട്ടിപ്പിൾ പ്രസ് എടുക്കുക. M എന്റർ. മൾട്ടിപ്പിളിന് M ആണ് ഷോർട്ട്കട്ട്. M എന്റർ. ഇനി ഓരോന്നും സെലക്ട് ചെയ്യുക. ഇങ്ങോട്ട് എൻ്റർ ചെയ്യുക. പ്രസ് ചെയ്യുക. അവിടെ ഒരു ഹോളായി തീർന്നു. ഇനി നമുക്ക് ഇതുകൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. അതിന് മൂവ് ചെയ്താൽ മതി. അപ്പൊ മൂവ് കമാൻഡ് എടുക്കാം. M എന്റർ. സെലക്ട് ചെയ്യുക. ഇതിന്റെ ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഈ സെന്റർ പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി ഈ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് 5 യൂണിറ്റിന്റെ ഇങ്ങോട്ട് ഫോർവേഡ് ആയിട്ട് ഇങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്യണം.
ഇതിപ്പോ മൂവ് ചെയ്തത്. അപ്പൊ 5 മിനിറ്റ് മൂവ് ചെയ്യാനായിട്ട് ഒരു മൂവ് കമാൻഡ് എടുക്കുക. എന്റർ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും എടുക്കുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. 5 എന്റർ. 5 മിനിറ്റിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതും നമുക്ക് യൂണിയൻ ചെയ്യാം, ഒന്നാക്കാം. അപ്പൊ യൂണിയൻ കമാൻഡ് എടുക്കാം, ഫുൾ സെലക്ട് ചെയ്യാം, എന്റർ ചെയ്യാം. അപ്പൊ യൂണിയൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ അറേസ് ചെയ്തതിന്റെ ലൈനുകൾ ഒഴിവാക്കാം. എന്റർ, ഫുൾ സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് എന്റർ ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് 2 മൂവ്മെന്റ് ഇവിടെ ആവശ്യമാണ്. അതിന് ആദ്യം മൂവ് കമാൻഡ് എടുക്കുക, എന്റർ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ഈ എൻഡ് പോയിന്റ് ബേസ് പോയിന്റ് ആയിട്ട് എടുക്കുക, ഈ എൻഡ് പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഇങ്ങനൊരു മൂവ്മെന്റ് കൂടി ആവശ്യമാണ്. കാരണം 5 മിനിറ്റ് ഇങ്ങോട്ട് മാറിയാണ് ഇരിക്കുന്നത്. അപ്പൊ 5 മിനിറ്റ് പിന്നീട് മൂവ് ചെയ്ത് മാറ്റണം. അപ്പൊ മൂവ് കമാൻഡ് എടുക്കാൻ എന്റർ ഇത് സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. 5 എന്റർ. 5 മിനിറ്റിൽ അത് ഡ്രാഗ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് ഒറ്റ ഓബ്ജക്റ്റ് ആക്കാനായിട്ട് യൂണിയൻ ചെയ്യാം. ആ യൂണിയൻ കമാൻഡ് എടുക്കുക, എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ഒറ്റ ഓബ്ജക്റ്റ് ആയി. ഇതിലെ എറേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക, എന്റർ ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് മാത്രം വെച്ച് കിട്ടാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്റർ ചെയ്യുക. അപ്പൊ അതിൽ എല്ലാ 2D ലൈൻസും പോയി കഴിഞ്ഞു. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു ഓബ്ജക്റ്റ് ആയി തീർന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് കളയാം. ഇതാണ് നമ്മൾ നിർമ്മിച്ച ഓബ്ജക്റ്റ്. ഇതേ ഓബ്ജക്റ്റ് തന്നെയാണ് നമ്മളിപ്പോ നിർമ്മിച്ചിരിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ലാതെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കളർ ചെയ്യാം. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ആദ്യം, എന്നിട്ട് കളർ ബൈ ലെയർ സെലക്ട് ചെയ്യുക, അതിന്റെ ആരോ ക്ലിക്ക് ചെയ്യുക, ഇത് സെലക്ട് കളർ എടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്റർ ചെയ്താൽ മതിയോ, എന്റർ. ഇനി എസ്കേപ്പ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളിപ്പോ നിർമ്മിച്ച ഓബ്ജക്റ്റ്. ഇതേ ഓബ്ജക്റ്റ് ഒരു വ്യത്യാസമില്ലാതെ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി സൂം ചെയ്യാം. നമുക്ക് സൂം എക്സ്റ്റെൻഡ് അടിച്ചാൽ മതി. എന്റർ, എന്റർ. കറക്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞു. അപ്പോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.